എടുത്തേക്കണേ. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കണതാണ്. നാരങ്ങ 3-4 കഷ്ണമായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ചട്ടിയിൽ വേണം ഈ അച്ചാർ ഉണ്ടാക്കാനായിട്ട്. നാരങ്ങ മുങ്ങി കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 10 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. തിളയ്ക്കാൻ തുടങ്ങി. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ വരുമ്പോ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം സിമ്മിൽ വെച്ചിട്ട് 1 മിനിറ്റിലും താഴെ ഒന്നും കൂടി തിളപ്പിച്ചെടുത്താൽ മതി. തിളയ്ക്കുമ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ അതൊക്കെ അങ്ങോട്ട് അമിങ്ങി വെള്ളം മാതിരിയായി. ഈ സ്റ്റേജിൽ ഫ്ലെയിം ഓഫ് ആക്കുക. തണുത്തതിന് ശേഷം അടച്ച് വെക്കാം. നാളെ ഇതേ സമയത്ത് ഇതേപോലെ തന്നെ നമുക്ക് തിളപ്പിച്ചെടുക്കണം. നമ്മൾ അച്ചാർ റെഡിയാക്കി വെച്ചിട്ട് ഇന്ന് 2ാമത്തെ ദിവസമാണ്. ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഉപ്പ് കറക്റ്റ് ആണോ നോക്കിക്കോളൂ. ഉപ്പ് കുറവ് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് തന്നെ ഉപ്പും കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സിമ്മിൽ വെച്ചിട്ട് 10 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇന്നലെ ചെയ്ത അതേപോലെ തന്നെ തണുത്തതിന് ശേഷം അടച്ചു വെക്കുക. അച്ചാർ റെഡിയാക്കി വെച്ചിട്ട് ഇന്ന് 3ാമത്തെ ദിവസം. ഇതാണ് കേട്ടോ അച്ചാറിന്റെ പാകം. ചൂടാക്കി എടുക്കാം. ഫ്ലെയിം ഹൈയിലാണ് വെച്ചേക്കണേ. ചൂടാവുമ്പോ ഒന്ന് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ചൂടായി തുടങ്ങിയിട്ട് ഇനി ഫ്ലെയിം സിമ്മിൽ വെക്കുക. 2 അച്ച് ശർക്കര എടുത്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോ ചേർക്കാൻ പോണത്. 1/4 ഭാഗം ഇട്ടിട്ടുള്ളൂ കേട്ടോ. മധുരം ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ബാക്കി ആഡ് ചെയ്യുള്ളൂ. എടുക്കുമ്പോ 2 അച്ച് ശർക്കര എന്നുള്ള കണക്കിൽ എടുത്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചോളൂ. ശർക്കര ഇടുമ്പോ ഒന്നും കൂടി അച്ചാർ ലൂസ് ആവും. അതിന്റെ ശേഷം 10 മിനിറ്റ് നമുക്ക് തിളപ്പിക്കണം സിമ്മിൽ വെച്ചിട്ട്. ഉപ്പ്, പുളി, എരിവ്, മധുരം എല്ലാം സമാസമ ഇരിക്കണം. അതുപോലെ ആണെന്നുണ്ടെങ്കിൽ ഇനി മധുരം ആഡ് ചെയ്യേണ്ട. പുളിയാണ് മുമ്പിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മധുരം ആഡ് ചെയ്യേണ്ടി വരും. ശർക്കര ഇട്ടതിന് ശേഷം കുറച്ചും കൂടി ഒന്ന് ലൂസ് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തണുത്തതിന് ശേഷം ഇത് അടച്ചു വെക്കാം. ശർക്കര ആദ്യം ഇട്ടില്ലേ, ഒരു 1/4 ഭാഗം അത്രേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ടേസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും അത് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ അച്ചാർ ഇട്ട് വെച്ച് ഇന്ന് 4ാമത്തെ ദിവസമാണ്. ഇനി നമുക്ക് ഇതിൽ ഒന്നും ചേർക്കണ്ട. പക്ഷെ ഇന്നും നമ്മൾ ഇത് 10 മിനിറ്റ് തിളപ്പിക്കാൻ പോവാണ്. സിമ്മിൽ വെച്ച് 10 മിനിറ്റ് തിളപ്പിക്കുമ്പോൾ അതിന്റെ ഇടയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അടി പിടിക്കരുത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കുക. തണുത്തതിന് ശേഷം അടച്ചു വെക്കുക. ഇന്ന് ലാസ്റ്റ് ഡേ ആണ് കേട്ടോ അച്ചാറിന്റെ 5ാമത്തെ ദിവസം. അച്ചാറിന്റെ പാകം ഇതാണ്. വെള്ളമൊക്കെ വറ്റി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാക്കിയാൽ മതി. ഒന്ന് ചൂടാവുമ്പോ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. 5ാമത്തെ ദിവസം നിങ്ങൾ എടുക്കുമ്പോഴും അച്ചാർ ഇതേ കണ്ടില്ലേ, ഈ പാകം അല്ലാണ്ട് വെള്ളത്തിന്റെ ഇതുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ ചെയ്ത ഈ 5 ദിവസത്തെ സംഭവം അതേ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ 5ാമത്തെ ദിവസം. എന്നിട്ട് 6ാമത്തെ ദിവസം നിങ്ങൾ എടുത്താൽ മതി. ഇട്ടും വെള്ളം ഉണ്ടാവരുത്. അതാണ് പറയുന്നത്. അച്ചാർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചട്ടിയിലായ കാരണം അച്ചാറിന്റെ കറക്റ്റ് പാകം ചിലവർക്കൊന്നും മനസ്സിലായിണ്ടാവില്ല. ഫ്ലൈറ്റിലേക്ക് എടുത്ത് കാണിച്ചു തരാം കേട്ടോ അച്ചാറിന്റെ പാകം. എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം.